മാലാഖമാർ, അവരങ്ങനെയാണ് അറിയപ്പെടുന്നത്, നൈറ്റിംഗെയിൽസ്. ഒരു പക്ഷേ നമ്മളെല്ലാവരും കേരളത്തിൻ്റെ ആ ഒരു പ്രശസ്തി വിളിച്ചോതുമ്പോൾ കേരളത്തിലേക്ക് ഡോളറായും റിയാലായും ദിർഹായും പൗണ്ടായും യൂറോ ആയും ഏറ്റവും കൂടുതൽ എത്തിക്കുന്നത് ഒരു പക്ഷേ ഈ വിഭാഗമായിരിക്കും, നഴ്സുമാർ. ഇന്ന് ലോകത്തിൽ ഫിലിപ്പീനോസ് എന്ന ആ ഒരു വിഭാഗം നഴ്സിംഗിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് പടർന്നു കിടക്കുന്ന, യൂറോപ്പിലും അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും പടർന്നു കിടക്കുന്ന ഫിലിപ്പീനോ സഹോദരിമാർക്ക് ശേഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നഴ്സിംഗിന് വേണ്ടി സഹോദരിമാരയക്കുന്ന പ്രദേശമാണ് കേരളം. ആ ഒരു വിഭാഗം അവർക്ക് ഒരു കേരളത്തിൽ 50-കൾ 60-കൾ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിലും പ്രത്യേകമായിട്ട് മധ്യ തിരുവിതാംകൂറിലെ ഉള്ള ആ ഒരു സഹോദരിമാരാണ് അങ്ങനത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അതിലേക്ക് എടുത്തു വെച്ചത്. അന്ന് അവര് ഒട്ടനവധി ആ ഒരു തലമുറ അവഹേളിക്കപ്പെട്ട ഒരു തൊഴിലാണ് നഴ്സിംഗ്. ആ ഒരു തൊഴിൽ എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് അവരുടെ സ്റ്റാറ്റസ് വേറെയാണ്. ആ ഒരു ഇതിനെക്കുറിച്ചാണ്, അവരുടെ തൊഴിലിനെ കുറിച്ചും അവരുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചുമാണ് ഞാനും മിഥുനും ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇന്ന് കേരളത്തിൽ പോലും അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ടുള്ള പല ഗ്രൂപ്പുകളും കാണുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും അവരുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം. മിഥുൻ, എന്താണ് താങ്കളുടെ ഇതിനെ കുറിച്ചുള്ള ഒരു ചിന്താഗതി? അടിയന്തരമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ സാധാരണ ഈ വിഷയങ്ങൾ എടുക്കാറില്ല അല്ലേ, നമ്മൾ സാധാരണ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായ വിഷയങ്ങൾ, പക്ഷെ ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധമുള്ള വിഷയങ്ങൾ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. കാരണം UK ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, 2020 ബ്രെക്സിറ്റ് അല്ലെ, ബ്രിട്ടൻ എക്സിറ്റ് ആയതോടെ ബ്രെക്സിറ്റോടെ ഒരുപാട് പേരുകൾ അവിടേക്ക് വിസ നിയന്ത്രണം ഒഴിവാക്കി അങ്ങനെ ഒരുപാട് പേർക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇന്ന് ബ്രിട്ടൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രിട്ടൻ പഴയ ബ്രിട്ടൻ അല്ല അല്ലെ, ഇന്ന് ബ്രിട്ടനിലെ സാമ്പത്തികമായിട്ട് സ്ഥിതികൾ മാറി ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ, ഞാൻ ഒരുപാട് UK എന്നുള്ള യൂട്യൂബർമാരുടെ വീഡിയോസ് കാണുമ്പോൾ, ഞാൻ കാണാറില്ല, ഞാൻ ജസ്റ്റ് ശ്രദ്ധിക്കാറുള്ളൂ, എന്ന് പറയുന്നത് ഈ കുത്തിതിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക, അതായത് എരുതിയിൽ എണ്ണ ഒഴിക്കുക. അതായത് ഈ പറയുന്ന യൂട്യൂബർമാരുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് പല മലയാളികളും, അതായത് ഗൾഫ് ദേശങ്ങളിൽ ലക്ഷക്കണക്കിന് ശമ്പളമുള്ള ജോലികൾ ഉപേക്ഷിച്ചുകൊണ്ട് UK സ്വർഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പല യൂട്യൂബർമാരും വീഡിയോസ് ഇട്ട് അമേരിക്കയല്ല UK കുടിയേറിയൊന്നും ശരിയല്ലേ, കുടിയേറുന്നു. പലർക്കും അവർക്ക് സെറ്റിൽഡാണ്, അവർക്ക് വീടുണ്ട്, കുട്ടികൾ പഠിക്കുന്നു, അവരുടെ ഭർത്താക്കന്മാർക്ക് മാന്യമായ ജോലി, അവർക്ക് വർഷം നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റുകൾ, ടാക്സ് ഇല്ലാതുള്ള ജോലി, കുറവുകളുണ്ടായിരിക്കാം, എന്നാൽ പോലും തരക്കേടില്ലാത്തൊരവസ്ഥയായിരിക്കാം ഒരുപക്ഷെ മധ്യപൂർവേഷ്യയിൽ ഉണ്ടായിരുന്നു അല്ലെ. അതിൽ നിന്ന് അവർ ഒരു പക്ഷേ പല ആരുടെ ഇൻഫ്ലുവൻസും കൊണ്ട് UK കെയർമാരായി പോയി അല്ലെ, ചെന്നു. അവിടെ ചെന്ന ശേഷം അവർക്ക് മനസ്സിലായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, യൂട്യൂബർമാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഭർത്താക്കന്മാരെ കറിവേപ്പിലയാണ്, ഭർത്താക്കന്മാര് ഭാര്യമാർ വലിച്ചെറിയുന്നു, നഴ്സുമാർക്ക് അഹങ്കാരമാണ്, നഴ്സുമാർക്ക് ഭർത്താക്കന്മാർ വിലയില്ല, സാരീ സിൽവർ, അങ്ങനെയുള്ള ഒരു മിഥ്യാധാരണ, ശുദ്ധ അസംബന്ധം വിളിച്ചു പറയുന്ന ഒരു കൂട്ടം ആളുകൾ, അത് ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നത്. മെയിൻ എന്ന് പറയുന്നത്, ഇത് കാണുന്ന ഒരുപാട് മലയാളികൾ, അതായത് UK അല്ലാത്ത മലയാളികൾക്ക് ഇതിനെപ്പറ്റി യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അത് അവർ ചിന്തിക്കുന്നു പറയുന്നത് അത് ശരിയായിരിക്കും, ഒരു പക്ഷേ അമേരിക്ക അല്ല ലണ്ടനിൽ വന്നു വരുമ്പോൾ നേഴ്സുമാർക്ക് അഹങ്കാരം കൂടുന്നു, അവർക്ക് എന്തോ കൊമ്പ് വെക്കുന്നു, അങ്ങനെ ഭർത്താക്കന്മാരെ വിലയില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് ഉള്ള ഒരു മെസ്സേജാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ, ഭർത്താക്കന്മാരുടെ എനിക്ക് പറയാനുള്ള കാര്യം, അതായത് നഴ്സുമാർക്ക് എവിടെ പോയി ജോലി കിട്ടുമോ, ജോലി കിട്ടുമോ ഇല്ലയോ, അവസരങ്ങൾ, ഒട്ടനവധി അവസരങ്ങൾ എല്ലാ ഭാഗത്തും, പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകമായിട്ട് അവസരങ്ങളുണ്ടല്ലേ. മനസ്സിലാക്കുക എന്ന് പറയുന്നത്, നഴ്സുമാർക്ക് എല്ലാ ദേശങ്ങളിലും എവിടെ പോയാലും പണി കിട്ടും, അത് മനസ്സിലാക്കുക, അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അത് പ്രശ്നമാണ്, അല്ലെങ്കിൽ അത് ഒരു കുറവായി അല്ലെങ്കിൽ കൂടുതലായി കണ്ടുകൊണ്ട് ഭർത്താക്കന്മാരെ ശ്രമിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും അല്ലെ. ഒരു പക്ഷെ ഭർത്താക്കന്മാർക്ക് അവരുടെ സ്റ്റേറ്റസ് അനുസരിച്ചുള്ള ജോലി ഒരു പക്ഷെ വിദേശ രാജ്യങ്ങൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഒരു പക്ഷെ അത് വീട്ടിലെ പ്രശ്നങ്ങൾ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹം, ഒരു ശരാശരി മലയാളിയുടെ ഒരു പക്ഷെ ആഗ്രഹം, എല്ലാവരും ശരാശരി പറയുന്നട്ടോ, എല്ലാവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഭാര്യ
ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ വ്യക്തമായി വീണ്ടും പറയുകയാണ്, വിശന്ന് കഴിഞ്ഞാൽ വിക്ടർ ബായുടെ വയറ് ഒരു പക്ഷെ കേൾക്കും അല്ലെ, മിണ്ടാതിരിക്കും ഒരു ദിവസം. പക്ഷെ വിശന്ന് കഴിഞ്ഞാൽ ഭാര്യ നിങ്ങൾ പറഞ്ഞ കേൾക്കൂ? കേൾക്കുമോ ഇല്ലയോ? കേൾക്കില്ലോ അല്ലെ. അപ്പൊ വിശന്ന് കഴിഞ്ഞാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ സ്ത്രീകൾ കാര്യങ്ങൾ അവരെ കൺട്രോൾ എടുത്തു വരും. എനിക്ക് ഭർത്താക്കന്മാരോട് പറയാനുള്ള സംഭവം എന്ന് പറയുന്നത് വിക്ടർ ബായ് കേൾക്കുക. അതായത് നിങ്ങൾക്കൊരു അടിമയാണ് വേണ്ടതെങ്കിൽ ദയവ് ചെയ്ത് ഒരു നേഴ്സിനെ കല്യാണം കഴിക്കാതിരിക്കുക. നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന്, പാവപ്പെട്ടവരൊന്നും ഇല്ല എന്നാൽ പോലും രംഗസീമാനം പിണറായി വിജയൻ അല്ലെ, അതിദാരിദ്ര്യ മുക്ത കേരളമാണ് അല്ലേ. അപ്പോൾ പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ കല്യാണം കഴിക്കുക. അവർ ഒരു പക്ഷെ നിങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കുമായിരിക്കും. നിങ്ങൾ അതിന് പകരം ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചുകൊണ്ട് അവൾ നിങ്ങൾ പറയുന്നത് കേൾക്കും എന്നുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങൾ 3 നേരം നിങ്ങളുടെ മുമ്പിൽ ഭക്ഷണം വരും എന്നുള്ള ആഗ്രഹം കൊണ്ട് UK വന്നു കഴിഞ്ഞാൽ കഷ്ടപ്പെടാൻ പോകുന്നത് ആരാന്നറിയോ? ആരാ കഷ്ടപ്പെടാൻ പോകുന്നത്? കുട്ടികള്. ശരിയല്ലേ? ഇതിന് ഇടയ്ക്ക് വെച്ച് ആർക്കാ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? കുട്ടികൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ തെറ്റുണ്ടോ ശരിയുണ്ടോ? താങ്കൾ പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ചിന്താഗതി എന്ന് പറയുന്നത് അടിമയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു നേഴ്സിനെ കല്യാണം കഴിക്കാതിരിക്കുക. കണ്ടമാനം രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളും കൂടി ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ മധ്യ തിരുവിതാംകൂർ പ്രത്യേകമായിട്ട് കത്തോലിക്ക ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഏകദേശം ഒരു 90% ഈ നഴ്സിംഗ് എന്ന ഒരു ഇതിലേക്ക് തൊഴിലിലേക്ക് അകപ്പെടുന്നത്. അവരുടെ ആ ഒരു ധൈര്യം, അതല്ലെങ്കിൽ അവര് ഒരുപക്ഷത്തെ ആ കുടുംബത്തെ തന്നെ, അവരുടെ സഹോദരന്മാരെ തന്നെ കൈപ്പിടിച്ച് വളർത്താവുന്ന രീതിയിൽ അമേരിക്കയിലും യൂറോപ്പിലും പോയി, അതല്ലെങ്കിൽ ഈവൻ ഇപ്പൊ ഇവിടെ പോയാൽ അത് അമേരിക്കയിലും യൂറോപ്പിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു വരുമാനം അറബ് രാജ്യങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് ഡിഫൻസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആ ഒരു വിഭാഗത്തിൽ തൊഴിലെടുക്കുകയാണെങ്കിൽ അവർ ഉണ്ടാക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ദുബായിലാണെങ്കിലും അവിടെയും അവർക്ക് 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ശമ്പളം വാങ്ങുന്നവരുണ്ട്. ഇപ്പൊ അമേരിക്കൻ സാഹചര്യത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഏകദേശം ഒരു $60 $100-120 വരെ മണിക്കൂറിന്, അതായത് 10,000 രൂപ മണിക്കൂറിന് ഉണ്ടാക്കുന്നവരാണ് അവര്. ടാക്സ് കൊടുക്കണം, ടാക്സും കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് പോയിട്ടാണ് മതി. അത് കഴിഞ്ഞ് നൈറ്റ് ഷിഫ്റ്റും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഉണ്ടാവുന്ന, നമ്മൾ ആലോചിക്കേണ്ടത് ചില സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് ഒരാഴ്ച നൈറ്റ് ആണെങ്കിൽ പിറ്റത്തെ ആഴ്ച പകല് നമ്മൾ ദിവസം കാണുന്ന ഒരു ജീവിത സാഹചര്യമാണ് അല്ലേ. ഞാൻ കട്ടിയട്ടെ, ഒരു മാസത്തിൽ 25 ദിവസം നൈറ്റ് ചെയ്യുന്ന നേഴ്സുമാരെ എനിക്കറിയാം അമേരിക്കയിൽ. 25 days കംപ്ലീറ്റ്ലി നൈറ്റ്. ഒരു പെൺകുട്ടി, എനിക്കറിയാവുന്ന പെൺകുട്ടി അമേരിക്കയിൽ വീട് വാങ്ങിച്ചിട്ട് ആ പെൺകുട്ടി, അതായത് സാമൂഹിക സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് വലിയൊരു വീട് വാങ്ങിച്ചു. പക്ഷെ ഭർത്താവിന് തക്കതായ ജോലിയില്ല. ആ പെൺകുട്ടി പല ദിവസങ്ങളും വീട്ടിൽ വരാൻ സാധിക്കുന്നില്ല, വീട്ടിൽ വരാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറയുന്നത് നൈറ്റ് കഴിഞ്ഞു, ഓവർ ടൈം എടുത്ത് കാറിൽ തന്നെ കിടന്ന് വീണ്ടും നൈറ്റ് ചെയ്ത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ സോഷ്യൽ സ്റ്റാറ്റസ് പരീക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. പറഞ്ഞു സോഷ്യൽ സ്റ്റാറ്റസ് മാത്രമല്ല, അതായത് നമ്മളൊക്കെ ഇവിടെയുള്ള ഞായറാഴ്ചകളിൽ ഇവിടുത്തെ പല പള്ളികളിലും പോകുമ്പോ ഈ സഹോദരിമാരെ നമ്മൾ കാണുന്നവരാണ്. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ തമാശിക്കുകയാണെങ്കിൽ പോലും പറയും, ഇവരെന്താണ് ഈ കിട്ടിയ പൈസ മുഴുവനും മേക്കപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണോ എന്ന് വരെ ഹാസ്യരൂപേണ നമ്മ പറഞ്ഞ ഇതിന് ഒരു രൂപത്തിലൊക്കെ വരുന്നവരും ഉണ്ട് ഈ കൂട്ടത്തില്. അത് ഒരു ചിലപ്പോൾ 5% എല്ലാ വിഭാഗത്തിലുണ്ടാകുന്ന പോലെ ഇതാണ്. പക്ഷെ അവരുടെ ജീവിതം ഒരു ത്യാഗമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നഴ്സുമാരുടെ ജീവിതം നൈറ്റ് ഷിഫ്റ്റ്. മിഥുന് നൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടോ? മിഥുൻ നൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടോ? അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. രാത്രി 6 മുതൽ രാവിലെ 6 വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ട് മേഖലയിലാണ് നൈറ്റ് ആയിട്ട് വർക്ക് ചെയ്തത്. ഒന്ന് ആർമിയിൽ, അത് ചിലപ്പോൾ 24 മണിക്കൂർ ചാർജ് ഓഫ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു വരും. ചാർജ് ഓഫ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ആ വാരക്സിന്റെയും അതിന്റെ വെപ്പൺ റൂം തൊട്ട് എല്ലാ സംവിധാനങ്ങളുടെയും ചാർജാണ് നമുക്ക് കിട്ടുന്നത്. ആ നൈറ്റ് 24 മണിക്കൂർ, അതായത് ഇപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ പോലീസിലാണെങ്കിൽ, പട്ടാളത്തിലാണെങ്കിൽ ഇത്രയും കൂടി ഒരു സമാധാനം കിട്ടും. പോലീസിലാണെങ്കിൽ നിറച്ച് കോളാണ്. ഒരു കോള് കഴിഞ്ഞ് 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് 911 കഴിഞ്ഞിട്ട് പോകുന്നത്. ഈ പറയുന്ന സമൂഹത്തെ സേവിച്ച് സാർ അല്ല, അപ്പൊ ഞാൻ നമ്മളുടെ കഥയിലല്ലോ പറയുന്നത്. നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നഴ്സുമാര് ഇവര്
ഇവർക്ക് വേറെ രക്ഷയില്ല. കാരണം അവർ വന്നിരിക്കുന്ന വിസ ആദ്യം ഗ്രീൻ കാർഡിൽ വന്നിട്ട് പിന്നെ നഴ്സിംഗ് കഴിഞ്ഞ് അതുപോലെ പോയിട്ടാണ് കുടുംബത്തെ കൂടി. ഇടയ്ക്ക് നമ്മൾ പറയാറുണ്ട് ഇവൻ റബ്ബർ പാല് വെട്ടി ആ വെട്ടുകത്തിയും കൊണ്ടാണ് ഇവിടെ വന്നിറങ്ങിയെന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെയുള്ള സാഹചര്യങ്ങള്. ഇനി നമ്മൾ ഇതിനെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കപ്പലിൽ പോലും 50കളിൽ കപ്പലിൽ പോലും അമേരിക്കയിൽ നഴ്സുമാരായിട്ട് വന്ന ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തില്. അപ്പോ അവരെ പറ്റി ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ പറയുന്ന യൂട്യൂബർമാര്. പിന്നെ അതോടൊപ്പം ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവരെ സാമ്പത്തികമായിട്ട് ഇവർക്ക് ആ ഒരു മാർക്കറ്റിംഗ് പ്രബുദ്ധത ഒരു, അതായത് നമ്മളിപ്പോ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ, പ്രത്യേകിച്ച് അമേരിക്കയിലോ കാനഡയിലോ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കൂ ഞാൻ നേഴ്സായിരുന്നു, ഇത്ര നാൾ നഴ്സിംഗ് ചെയ്ത് ഞാൻ മടുത്തിരിക്കുന്നു, ഇപ്പൊ നോക്കൂ ഞാൻ ദിവസവും 10,000 കോടി രൂപയെ വെച്ചാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്നൊക്കെ പരസ്യക്കാർ ഇത്തിരി കൂട്ടി പറഞ്ഞു അതിന്റെ ഭംഗിക്ക് വേണ്ടിട്ട്. ഞാൻ ദിവസം 10,000 കോടി ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ ഇതിനെ പറ്റി അന്വേഷിച്ചു ഇതിനെ. അപ്പൊ ഇവരുടെ പരിപാടി ഈ സോപ്പ് ചീപ്പ് കണ്ണാടിയൊക്കെ വെക്കില്ലേ, അതുപോലെ ഒരു വാട്ടർ പ്യൂരിഫയർ വെക്കാനാണ് ഈ ബിൽറ്റപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഇത്ര നാള് നേഴ്സായിട്ട് പണിയെടുക്കായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടുമുട്ടിയ എന്റെ സുഹൃത്ത് പറഞ്ഞു ഇനി ഇത് വിറ്റാൽ നീ 10,000 കോടി വെച്ച് ഒരു ദിവസം ഉണ്ടാക്കും. അപ്പൊ ഞാൻ ഈ സഹോദരിമാരോട് ചോദിച്ചപ്പോ അവര് പറയുന്നത് ഇവര് സാധനം എന്താ വെക്കണെന്ന് പറയില്ല. അവസാനം ഒരു $1,700 അങ്ങോട്ട് ഒരു വാട്ടർ പ്യൂരിഫയർ ഞാൻ വാങ്ങുന്നു, മിഥുൻ ഇത് നല്ലതാണ് വാങ്ങിയത് എന്ന് പറയുന്നു. അത് മിഥുൻ വാങ്ങുമ്പോ അതിൽ നിന്ന് ഒരു 10-200 രൂപ എങ്ങനെ കിട്ടുന്നു. ഇതാണ് ഈ കച്ചവടം. അപ്പൊ അവരും പോലും ചൂഷണം ചെയ്യാനായിട്ട് ഇവിടെ കച്ചവടക്കാർ, അതായത് പണ്ട് ആംവേ, ഹെർബൽ ലൈഫ്, മോഡി കെയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിരുന്ന സംവിധാനമാണ് ഇത്. ആ പരസ്യമായിട്ട് വരുന്ന യൂട്യൂബ് അത് ഒരു വിഭാഗം. ഇനി നമ്മൾ നാട്ടിലേക്ക് ചെല്ലാന്ന് വിചാരിക്കും. മാന്യം മര്യാദയ്ക്ക് നടക്കുന്ന പണ്ട് മുതൽ ചരിത്രപര ആതുര സേവനം എന്ന വാക്കിന്റെ അർത്ഥം അതായത് ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു ഇത്. അത് പ്രത്യേകമായിട്ട് ഒരു ക്രിസ്തീയ വിഭാഗമാണ് ഈ ആശുപത്രികളൊക്കെ കെട്ടിപ്പടുക്കി കൊണ്ടുവന്നിരുന്നത്. അതിന്റെ പടിക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഈ 32,000 രൂപ കിട്ടുന്ന ശമ്പളം ഉള്ള സ്ഥലത്ത് നമുക്ക് യോജിക്കാം, ഈ ആശുപത്രി അടച്ചുപൂട്ടാം. ഏത് കത്തോലിക്ക സഭയുടെ ആശുപത്രികളെ എങ്ങനെയെങ്കിലും അടച്ചുപൂട്ടിക്കണം. അപ്പുറത്ത് നടക്കണം അപ്പോളോ ഇപ്പോളോ എന്നൊരു വിഷയമല്ല. ഇതിനൊക്കെ ചൂഷണത്തിന് അടിമപ്പെടാനായിട്ട് അതിന് പറ്റിയ കുറെ മലർനാടൻ വ്യാജൻ ഇതിന്റെ കൂടെ കറിയല്ല മലർനാടൻ വ്യാജൻ. ആ വ്യാജനും കൂടിയിട്ട് ഒരുത്തനും കൂടി കൊടി പിടിച്ച് വന്നേക്കാ. ഏത് തൃശ്ശൂർ അമല ഞാനൊരു കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു. മിണ്ടില്ലല്ലോ, പറഞ്ഞു പോവാ. അല്ലെങ്കിൽ മലർനാടൻ വ്യാജൻ റിപ്പോർട്ടറിന് എടുത്തടിക്കും, പിണറായിന് എടുത്തടിക്കും. ഇതൊന്നും കാണാണ്ടല്ല മലർനാടൻ വ്യാജൻ. അവ എവിടെയെങ്കിലും പോട്ടെ. പക്ഷെ ഈ സഹോദരിമാരോടും സഹോദരന്മാരോടും മധ്യ തിരുവനന്തപുരം അഭിമാനമായിട്ടാണ് നിങ്ങൾ ജീവിച്ചിരുന്നത്, അന്തസ്സോടെയാണ് ജീവിച്ചത്. അതേ അന്തസ്സോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള സർവ്വവിധ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒന്നിനും, അതായത് പണ്ട് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞതാണ്, ഭൂമിയിൽ നീ അമേരിക്കയിലാണോ, സൗദി അറേബ്യയിലാണോ, ഇന്ത്യയിലാണോ, നീ നിൽക്കുന്ന മണ്ണ് നിന്റെയാ. നീ നിൽക്കുന്ന മണ്ണ് നിന്റെയാ. അവിടെ വന്നിട്ട് ഒരുത്തനും ചോദിക്കണ്ട, ഇതിന് ചൂഷണം ചെയ്യപ്പെടരുത് നിങ്ങൾ. അതായത് ആ നിൽക്കുന്ന മണ്ണ് ഇപ്പൊ ട്രംപ് പറയുന്നത് എന്റെ അമേരിക്ക അപ്പൊ അവിടെ ഉണ്ടെന്ന് പറയാനായിട്ടുള്ള കഴിവ് വേണം. അത് സൗദിയിൽ എന്ന് പറയുമെന്ന് ഞാൻ മീഡിയ വൺ ചാനലിനോട് ഒരിക്കൽ ചോദിച്ചു. ഇവൻ പറഞ്ഞ അമേരിക്കയിൽ ഒന്നും ശരിയല്ല, ഇന്ത്യയിൽ ഒന്നും ശരിയല്ല. ഇത് മീഡിയ വൺ ചാനലിനോട് ഞാൻ ചോദിച്ചു, നീ അത് സൗദി അറേബ്യയിലാകെ 40 ലക്ഷം മലയാളികളെ പട്ടിണിക്ക് ഇടുന്ന അവരൊക്കെ മാറി തുടങ്ങിയിട്ട് സാംസ്കാരികമായിട്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പണം സമ്പാദിക്കണം, ആവശ്യത്തിനുള്ള പണം സമ്പാദിക്കണം, ജീവിത സാഹചര്യങ്ങളെ ഉയർത്തണം, സാമൂഹികമായി വളരണം. അതോടൊപ്പം നിങ്ങളെ തന്നെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെന്താ പറയാനുള്ളത്? അവസാനമാണ് എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഈ നടുപൊടിഞ്ഞ് പണിയെടുക്കുന്ന നേഴ്സുമാരോട്, നിങ്ങൾ നടുപൊടിഞ്ഞ് ഉണ്ടാക്കുന്ന പണം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സായിപ്പിനെ കല്യാണം കഴിക്കുക. ഈഗോ മൂത്ത മലയാളികൾ കിട്ടുന്നതിന് പകരം ഏതെങ്കിലും സായിപ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ 50-50 സത്യം പറയണത് കുഴപ്പമില്ല. നല്ല മലയാളി ആണെങ്കിൽ ഇല്ല എന്നല്ല, ഇല്ല എല്ലാവരും പറയും ഈഗോ മൂത്ത മലയാളി എന്ന് പറയുന്നത്.
തെറ്റിദ്ധരിക്കരുത്. 50-50 ആണ് സായിപ്പല്ല. കാരണം അത് കുടുംബ ചെലവ് 50-50, കുട്ടികൾ നോക്കുന്നത് 50-50. തെറ്റുണ്ടോ? പക്ഷെ അതിനു മുമ്പ് അവര് വരുന്നത് ഈ പരിവാരങ്ങളായിട്ടാണ് വരുന്നത്. അത് അവര് പോട്ടെ, അത് കഴിഞ്ഞത് പോട്ടി. ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന ഒരുപാട് പെൺകുട്ടികള് 25-26 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ അമേരിക്കയിലേക്ക് വന്നു, അല്ല ലണ്ടനിലും അമേരിക്ക വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയാണ്. പക്ഷെ ലണ്ടനിൽ വന്ന് യൂറോപ്പിൽ വന്ന് പെൺകുട്ടികളൊക്കെ ഇപ്പൊ എനിക്കറിയാവുന്ന ഒരുപാട് പേർക്കറിയാം. ദൈവം നിങ്ങൾ ഈഗോ മൊത്തം മലയാളികളെ കെട്ടരുത്. ഓക്കെ, അവരെ മനസ്സിലാക്കി, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അവരെ ഏതെങ്കിലും ഒരു വായ്പിനെ കെട്ടുവാണെങ്കിൽ 50-50 അവരെല്ലാ കാര്യങ്ങൾക്കും 50% എല്ലാവരെയും അറിയിട്ടും അതിന് പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുക. ഈഗോ മൊത്തം മലയാളികളുമായി നിങ്ങൾ ഒരുപക്ഷെ സമ്പർക്കം ഒഴിവാക്കിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു തീർച്ചയായും ഈ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വരുമ്പോ അതിൻ്റെതായിട്ടുള്ള ആ ഒരു സുഖ സൗകര്യങ്ങള് പലപ്പോഴും ഈ നമ്മള് അമേരിക്കയോ നമ്മളുടെ കേരളം എന്ന സംസ്ഥാനത്ത് കമ്മ്യൂണിസം കൂടുതൽ നിൽക്കുന്ന സമയത്ത് ചില സ്ഥലത്ത് പറയാറുണ്ട്, അമേരിക്കയുടെ ബൂർഷ ഏറ്റവും അധികം വിസ കിട്ടിയ ഏറ്റവും വിസയ്ക്ക് മുമ്പ് നിൽക്കുന്നതും വിസയ്ക്ക് വേണ്ടി ഏറ്റവും ആദ്യം കയറി വരാൻ പോകുന്നത് ഈ കമ്മി അവര് കുറ്റം പറയുന്ന ഇസ്ലാമിസ്റ്റുകളാണ് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരിക എന്ന് ആഗ്രഹിക്കുന്നത്. കമ്മികൾ നമ്മുടെ ചാനലിൽ പറയുന്നില്ലേ, ലാസ്റ്റ് ടോക്ക് എന്ന് പറയുന്നത്. ഇനി ആണുങ്ങളോട് പറയാണെന്ന് പറയാനല്ലേ, ഈഗോ കൂടിയ പെണ്ണുങ്ങളും ഉണ്ട്. ആണുങ്ങൾ മാത്രമല്ല, അവരെ ദയവ് ചെയ്ത് ഒഴിവാക്കിയാൽ നിങ്ങളുടെ ജീവിതം സുഖകരമായിരിക്കും.